പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മാനസദസ്സിന് നല്ലത്. എൻ്റെ പേര് ശ്രീ. ഞാൻ 50 കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. ഭൂപ്രകൃതി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ നാട്. ധാരാളം മലകളും മലകളും ഉള്ള നാട്. അങ്ങനെയാണത്രേ നമ്മുടെ നാടിന്റെ ഭാഷയ്ക്ക് മലയാളം എന്ന പേര് പോലും വന്നത്. എന്നാൽ എന്താണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ? മലകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് ആൾപ്രദേശങ്ങൾ നികത്തിക്കൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തുക എന്നതാണ് വികസനം എന്ന മിഥ്യാധാരണയിലാണ് മലയാളി. വികസനത്തിന്റെ പേരിൽ മണ്ണും വെണ്ണും കവർന്നെടുക്കുകയും മലിനമാക്കുകയും ചെയ്യുമ്പോൾ നാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്നറിയുന്നില്ല. പ്രകൃതിയുടെ താണ്ഡവ നൃത്തം മലയാളക്കരയെ ഒന്നായി വിഴിഞ്ഞ് 2018 മഹാപ്രളയം സമ്പന്നനും ദരിദ്രനും ഒരേ കുടയുടെ കീഴിൽ അന്തിയുറങ്ങേണ്ടി വന്ന ദിനങ്ങൾ. ഒരു വെള്ളച്ചോറിന് വേണ്ടി കൈ നീട്ടിയാൽ ആഘോഷത്തിവർത്തി മുങ്ങേണ്ടിരുന്ന ആ ഓണക്കാലം അനേകം ജീവാണുക്കൾ കവർന്നു പോയത് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഒഴുകിപ്പോയത് ഒരു ജനതയുടെ ജീവിതവും സ്വപ്നവുമായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിച്ച് സുരക്ഷ ഒരുക്കിയിരുന്ന മലകളും കാടുകളും തന്നെ നമ്മൾ ഇല്ലാതാക്കുകയായിരുന്നു. മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്, എന്നാൽ അത്യാർത്ഥിക്കുള്ളതില്ല എന്ന് ഗാന്ധിജിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. സ്വാർത്ഥയായ മനുഷ്യൻ പരിക്കേൽപ്പിക്കുന്ന ക്രൂരമായ ചൂഷണങ്ങൾ മഹാമാരിയും പ്രളയവും സുനാമിയും കുടിയിറങ്ങുന്നതാണ്. ജീവിതം പച്ചപിടിക്കുന്നത് മണ്ണിലാണ്. മണ്ണിൽ വേദത്തിൽ വളരുന്ന സസ്യങ്ങളും മണ്ണിൽ അഭയം തീർന്ന ജീവജാലങ്ങളുമാണ് മണ്ണിനെ മണ്ണായി. ഭൂമിയെ പച്ചപിടിപ്പിക്കാൻ മണ്ണിന്റെ നനവും നന്മയും കാത്തു സൂക്ഷിക്കാനും പ്രകൃതി അറിയാനും ആദരിക്കാനും ഇഷ്ടപ്പെട്ടവരാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവിത ശൈലികൾ നമുക്ക് മാറ്റാം. അന്നാരക്കണ്ണിന് തന്നാലായിരുന്നു എന്ന പോലെ കുട്ടികളായ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന മരങ്ങൾ വെച്ച് കുട്ടികൾ മഴവെള്ളം സംഭരിക്കും, പ്ലാസ്റ്റിക് മലിനങ്ങൾ വലിച്ചെറിയരുത്. ഞാൻ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ നമ്മുടെ ഭൂമി ഹരിതവും ശുദ്ധവുമാകണം എന്ന ലക്ഷ്യത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജാഗ്രതയോടെ. ലോക പരിസ്ഥിതി ആശംസകൾ.